ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ ഒരു കാലമല്ലേ, അപ്പോൾ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടതാണ് തേങ്ങയും പച്ചമുളകും ഉണക്കമുളകും. പിന്നെ നല്ല കട്ടിയുള്ള ഒരു തൈര് എടുക്കുക. പിന്നെ നമുക്കത് മാങ്ങ ചട്ടി വെച്ച് അടുപ്പത്ത് നല്ല പഴുത്ത മാങ്ങയിൽ വെച്ച് കുറച്ച് ആവശ്യത്തിന് വേവാനുള്ളൊരു വെള്ളം വെക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് നടുച്ചിന്നിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇട്ട് നന്നായി ഇളക്കുക. ഇപ്പം എല്ലായിടത്തും മാമ്പഴ പുളിശ്ശേരി ആവൂലേ, മാങ്ങയും ചക്കയൊക്കെ കാലങ്ങളായ കാരണം മാമ്പഴ പുളിശ്ശേരിയും ചക്ക വെച്ചൊക്കെ. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായി പിടിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം, ഒന്ന് വേവാൻ വെക്കാം നമുക്ക്. പിന്നെ നമുക്കൊരു അരപ്പുണ്ടാക്കിയാലോ. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ മുഴുവൻ, കുറച്ച് തേങ്ങ, ഇങ്ങനെ ഒരു 3/4 തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ. അത് നന്നായി അരയണം കേട്ടോ. ഇപ്പോൾ ഒരു 3/4 തേങ്ങ മുഴുവൻ എടുത്ത് അതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, കാരണം ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മറ്റേതിൽ വേവിക്കാൻ വെച്ചതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടിയും, കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇടാം. മുളക് പൊടി ക്ലിപ്പ് ആഡായിട്ടില്ല, കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും, തൈര് ഒഴിക്കുക. കുറച്ച് തൈരും നന്നായി വെണ്ണ രൂപത്തിൽ അരയണം കേട്ടോ, എന്നാലാണ് അതിലേക്ക് അരപ്പ് റെഡി ആവുള്ളൂ. അപ്പം നന്നായി വെണ്ണ രൂപത്തിൽ അരയുക. അപ്പം അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതാണ്ട് തുറന്ന് നോക്കാം. എന്നിട്ട് നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. നമ്മൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കണം, അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാവും. അപ്പം നെയ്യിട്ടതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുക. ശർക്കരപ്പാനി ഒഴിച്ചാൽ ഒന്നിങ്ങനെ തിളച്ച് വരണം. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് അരപ്പൊഴിക്കാം. നമ്മൾ നേരത്തെ അരച്ചില്ലേ തേങ്ങയും തൈരൊക്കെ വെച്ച്, അത് അതിൻ്റെ അരപ്പൊഴിക്കാം. അരപ്പൊഴിച്ച് നന്നായി ഇളക്കുക. നന്നായി ഇളക്കണം. അത് മാങ്ങ കലങ്ങരുത്, നല്ല വെന്തുടയും ചെയ്യരുത് മാങ്ങ, അങ്ങനത്തെ വേവിൽ വേവിക്കാൻ പാടുള്ളൂ. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിത് പതക്കാൻ വെക്കണം. അപ്പം അതവിടെ കിടന്ന് പതക്കട്ടെ. അപ്പം നമുക്ക് ഇതിനെ തൂമിക്കേണ്ട എന്നൊക്കെ നോക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക്, ഉണക്കമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇത് നെയ്യിൽ തന്നെ തൂമിക്കാൻ കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചൂടാവട്ടെ. ഞാൻ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുകോടെ കിടന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തുറന്നു നോക്കി, അപ്പോൾ അത് പതക്കൊണ്ട്, ഇപ്പോൾ പതച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ തൂമിച്ച് വെച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്ര ഉള്ള പണി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മാമ്പഴം കിട്ടിയപ്പോൾ ചിലർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ സ്റ്റൈലൊന്നും എല്ലാവരും വെച്ച് നോക്ക്. നെയ്യിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കണം, അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ, മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കിനി ഇലയിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാം.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ വരാം.